കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വീണ്ടും കടുത്ത ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സാധാരണയായി തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ പാർട്ടികളിലെ സീറ്റ് തർക്കങ്ങളും പുറത്തു വരാറുണ്ട്. എന്നാൽ ഇത്തവണ രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധേയമാകുന്നത് മറ്റൊരു കാഴ്ചയാണ്. ഏറെ കർശനമായ സംഘടനാ ശാസനയുള്ള ഇടതു പാർട്ടികളിൽ നിന്നാണ് മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരും നിയമസഭാംഗങ്ങളും പാർട്ടി വിട്ട് സ്വതന്ത്രമായ നിലപാടുകളുമായി രംഗത്തെത്തുന്നത്. ഇതോടെ ഇടതു പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വ വിരുദ്ധതയും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പാർട്ടി വിട്ട നേതാക്കളെ കുറിച്ചുള്ള വിശദീകരണങ്ങളുമായി പാർട്ടികൾ രംഗത്തെത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും ഇടയിൽ ഉയരുന്നത് മറ്റൊരു ചോദ്യമാണ്. പാർട്ടിയും നേതാക്കളും തമ്മിലുള്ള ബന്ധമെന്ത്, അതിന്റെ പരിധി എവിടെയാണ് എന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില സംഭവങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് തർക്കങ്ങളും പാർട്ടി വിടലുമൊക്കെ സ്ഥിരമായി ഉണ്ടാകാറുള്ളത് കോൺഗ്രസിലാണ്. പൊതുവെ കേഡർ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള ഇടതു പാർട്ടികളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ഇത് വലിയ പൊട്ടിത്തെറികളില്ലാതെ അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി CPM-ലും CPI-ലുമാണ് പാർട്ടി വിട്ട് നേതാക്കൾ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും ക്ഷീണം CPM-നാണ്. മുതിർന്ന നേതാവും 2 വട്ടം മന്ത്രിയുമായിരുന്ന G. സുധാകരൻ പാർട്ടി അംഗത്വത്തിൽ നിന്നും ഒഴിഞ്ഞ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അതുപോലെ മുൻ നിയമസഭാംഗം ഐഷ പോറ്റിയും ഇത്തവണ എതിർചേരിയിൽ മത്സര രംഗത്തുണ്ട്. മറ്റൊരു നിയമസഭാംഗമായിരുന്ന രാജേന്ദ്രനും പാർട്ടി വിട്ടിരിക്കുകയാണ്. ഇടതുമുന്നണിയിലെ അടുത്ത കക്ഷിയായ CPI-യുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. നിലവിൽ നിയമസഭാംഗമായ CC മുകുന്ദൻ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ നാട്ടികയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മുൻ വൈക്കം നിയമസഭാംഗം അജിത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിട്ടുമുണ്ട്. നാട്ടികയിൽ CPI പുറത്താക്കിയ നിലവിലെ നിയമസഭാംഗം CC മുകുന്ദന്റെ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വിശദീകരണക്കുറിപ്പ് പാർട്ടി നൽകിയിരുന്നു. CC മുകുന്ദൻ MLA-ക്ക് പാർട്ടി ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഓരോന്നും വിളിച്ചു പറയുന്നതായാണ് വിശദീകരണം. 22-ാമത്തെ വയസ്സിൽ CC മുകുന്ദന് അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിൽ ജോലി നൽകിയതും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലവട്ടം മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതും മുതൽ വായ്പാ കുടിശ്ശിക പാർട്ടി അടച്ചു തീർത്തതും ഏറ്റവും ഒടുവിൽ വീട് ജപ്തി ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പാർട്ടി ഇടപെട്ടതുമെല്ലാം പുറത്താക്കിയ സമയത്ത് വാർത്താക്കുറിപ്പിലൂടെ നാട്ടുകാരെ അറിയിച്ചിരിക്കുകയാണ് CPI. ഇതുകൂടാതെ മുകുന്ദന്റെ ഭാര്യയ്ക്ക് ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയത് വരെയുണ്ട് കുറിപ്പിൽ. ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിൽ CC മുകുന്ദന് 60,000 രൂപയായിരുന്നു ശമ്പളം. അതിന്റെ പെൻഷൻ പ്രതിമാസം 16,000-ഓളം രൂപ ലഭിക്കുന്നുമുണ്ട്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2 തവണ അംഗമായും ഒരിക്കൽ ഉപാധ്യക്ഷനായും പ്രവർത്തിക്കാൻ അവസരം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മുല്ലശ്ശേരി വിഭാഗത്തിൽ നിന്നും മത്സരിപ്പിച്ചു. നാട്ടിക നിയമസഭ അംഗമാക്കി. ഭാര്യയെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും ഉപാധ്യക്ഷയുമാക്കി. പാർട്ടി മണ്ഡലം സെക്രട്ടറിയായും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റായും അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിക്കാൻ മുകുന്ദന് അവസരം നൽകി. വീഴ്ചയിൽ പരിക്കേറ്റ് കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റേത് ഓടിട്ട വീടാണെന്നും ജപ്തി നടപടി നേരിടുന്നുവെന്നുമുള്ള വാർത്ത വന്നപ്പോൾ വീട് നിർമ്മിച്ചു നൽകാൻ പാർട്ടി മുന്നോട്ട് വന്നു. ഇതിനായി MLA-യും പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംയുക്തമായി ഒരു അക്കൗണ്ട് തുടങ്ങണമെന്ന പാർട്ടി നിർദ്ദേശം അദ്ദേഹം അംഗീകരിച്ചില്ല. സ്വന്തം പേരിൽ മാത്രമായി അക്കൗണ്ട് തുടങ്ങണമെന്നായിരുന്നു ആവശ്യം. അത് പാർട്ടിക്ക് അംഗീകരിക്കാനായില്ല. ഇതോടെ വീട് നിർമ്മിച്ചു തരാമെന്ന പാർട്ടിയുടെ തീരുമാനം മുകുന്ദൻ നിരസിച്ചു. വീടും സ്ഥലവുമില്ലാത്ത നിരവധി പാവപ്പെട്ട സഖാക്കൾ ഉണ്ടായിരുന്നിട്ടും നിയമസഭാംഗമെന്ന നിലയിലുള്ള ശമ്പളവും അലവൻസും വീട് പണിയാൻ പലിശരഹിത വായ്പയ്ക്കുമുള്ള അവകാശം ഉണ്ടായിരുന്നിട്ട് കൂടി CC മുകുന്ദന് വീട് നൽകാൻ പാർട്ടി തീരുമാനിച്ചു. അത് നിഷേധിച്ച അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കെതിരെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന നടത്തിയത് കാപട്യമാണ്. കഴിഞ്ഞ 5 വർഷം നിയമസഭാംഗമെന്ന നിലയിൽ CC മുകുന്ദന്റെ പ്രവർത്തനങ്ങൾ പാർട്ടി മണ്ഡലം കമ്മിറ്റികൾ വിലയിരുത്തിയതും പാർട്ടി ജില്ലാ കൗൺസിലിലും ജില്ലാ നിർവാഹക സമിതിയിലും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിശോധിച്ചുമാണ് ഇത്തവണ CC മുകുന്ദന് നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകേണ്ടതില്ലെന്ന് പാർട്ടി തീരുമാനിച്ചതെന്നും CPI പറയുകയാണ്. ഇതുപോലെ സുധാകരന് ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചും CPM പാർട്ടിയും ഔദ്യോഗികമല്ലാതെ വിശദീകരിക്കുന്നുണ്ട്.
4 തവണ MLA-യും 2 തവണ മന്ത്രിയാക്കിയതും മുനിസിപ്പൽ ചെയർമാനാക്കിയതുമെല്ലാം. ഐഷ പോറ്റിയെ കുറിച്ചും S രാജേന്ദ്രനെ കുറിച്ചും ഇത്തരം കുറിപ്പുകൾ വരുന്നുണ്ട്. ഇങ്ങനെ അവർ പുറത്തു പോകുമ്പോൾ മാത്രം കണക്കുകൾ പറയുന്നതിന്റെ ധാർമ്മികതയാണ് മനസ്സിലാവാത്ത കാര്യം. പാർട്ടിയിലുള്ള കാലത്ത് ഇവർക്ക് നൽകിയ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു നിരത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിജയിപ്പിച്ചവയാണ്. അതിനർത്ഥം പാർട്ടി ഇവരുടെ ജനസമ്മതി കൂടി പരിഗണിച്ച് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു എന്നതല്ലേ? അങ്ങനെ വിജയിച്ച് ഭരണം നേടിയതിന്റെ നേട്ടങ്ങൾ പാർട്ടിയും അതിനനുസരിച്ച് കൊയ്തിട്ടുമുണ്ടാവും. ഈ പറയുന്നവരുടെ യൗവനവും പരിചയ സമ്പന്നതയും ഇത്രകാലം പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പാർട്ടി അവർക്ക് എന്തു ഔദാര്യം നൽകുകയായിരുന്നു എന്ന വിശദീകരണം എങ്ങനെയാണ് ശരിയാവുക? പാർട്ടി അവരുടെ കഴിവ് ഉപയോഗിക്കാൻ ഓരോ സ്ഥാനങ്ങളിൽ അവരെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. അവർ ആ ജോലി വളരെ നന്നായി തന്നെ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും നേട്ടമുണ്ടായി, കൂടെ അവർക്കും ഗുണമുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ. അല്ലാതെ കഴിവില്ലാത്ത 2 ആളുകൾക്ക് പാർട്ടി എന്തോ ഔദാര്യം നൽകി എന്ന പ്രചരണം തെറ്റാണ്. അവർ വളർന്നിട്ടുണ്ടെങ്കിൽ അവരിലൂടെ പാർട്ടിയും വളർന്നിട്ടുണ്ട്. അന്ന് അവർക്കെതിരെ വാളെടുക്കുന്നവരിൽ പലരും ഇവർ തന്നെ പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നവരായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ കൂടി നേതൃത്വത്തെ കണ്ടുകൊണ്ട് പാർട്ടിയിൽ വന്നവരുമായിരിക്കും. നാളെ ഇവരെന്തെങ്കിലും കാരണത്താൽ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോൾ പാർട്ടിയാണ് വലുതെന്ന് പറയുന്നവരെ വഞ്ചകരെന്ന് അധിക്ഷേപിക്കാൻ പുത്തൻ കൂട്ടുകാർ അപ്പോഴും ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികൾ ഒരു മാഫിയ സംഘങ്ങളെ പോലെ പെരുമാറുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ കുറ്റം പറയാനൊക്കില്ല. ഒരിക്കൽ അകത്തേക്ക് കടന്നാൽ പിന്നെ പുറത്തേക്ക് പോകുക അതുപോലെ എളുപ്പത്തിൽ പറ്റുന്ന കാര്യവുമല്ല. വഞ്ചകരെന്ന ചാപ്പ മാത്രമല്ല, വർഗശത്രുവായി മുദ്രകുത്തി ജീവനെടുക്കുന്ന ശിക്ഷകൾ വരെ വിധിക്കുന്ന പാർട്ടി കോടതികൾ നമ്മുടെ ഈ ആധുനിക കാലത്ത് പരിഷ്കൃത കേരളത്തിലും കാണുന്നുണ്ട്. മതത്തെക്കാൾ തീവ്രമായ വർഗീയതയും ഇതര പ്രസ്ഥാനത്തോടും അവയിലെ പ്രവർത്തകരോടുമുള്ള വിദ്വേഷവും കൊണ്ട് നടക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇക്കാലത്ത്. എതിർ പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു നന്മയും സ്വന്തം പാർട്ടിയിലെ ഒരു തിന്മയും കാണാതിരിക്കുകയും സ്വന്തം പാർട്ടിയിലെ നല്ലത് മാത്രവും മറ്റുള്ളവരിലെ തിന്മകൾ മാത്രവും കാണുകയും ചെയ്യുന്ന ആധുനികവും പുരോഗമനപരവും പരിഷ്കൃതവുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിലും നന്മകൾ ഉണ്ടെന്ന് പറയുന്ന പഴഞ്ചനും യാഥാസ്ഥിതികവുമായ മതങ്ങളും അവയുടെ അനുയായികളും എത്രയോ ഭേദമാണ്. എന്തായാലും പാർട്ടി പ്രവർത്തകരായുള്ള യാത്ര എന്നത് ആനപ്പുറത്തുള്ള യാത്ര പോലെയാണ്. അതിൽ നിന്നിറങ്ങിയാൽ പിന്നെ തീർന്നു. ഇന്നലെ വരെ തീവ്രതയില്ലാത്ത പീഡനം ഇന്നു മുതൽ കഠോരമായി വിധിയെടുത്തു. ഇന്നലെ വരെ ധീരവീരരെന്ന് വാഴ്ത്തിയവർ ഒരു ദിവസം കൊണ്ട് വർഗവഞ്ചകരും കരിങ്കാലികളും കുലം കുത്തികളും ഒക്കെയാവും. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന ഓരോരുത്തർക്കുമുള്ള പാഠങ്ങൾ ഇവിടെ തന്നെയുണ്ട്.